ഞാൻ പിന്നെ ഒരു വെറൈറ്റി റെസിപ്പി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് ഉപ്മാവാണ്. സ്വീറ്റ് റവ ഉപ്മാവാണ് ചെയ്യുന്നത്. റവ ഉപ്മാവ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടാവും. ഈ ഒരു റെസിപ്പി അതിവിടെ മക്കളടക്കം നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ഡിഷായത്. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട്. ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് റവ. അതൊന്ന് നല്ലോണം വറുത്തെടുക്കണം. നമ്മൾ റവ വറുക്കാൻ വേണ്ടി വെക്കുമ്പം ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാൻ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ചൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് റെഡിയായി. നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുപയർ പരിപ്പാണ്. തോലൊക്കെ കളഞ്ഞ ചെറുപയറിൻ്റെ പരിപ്പ്. അത് ഒരു 1/4 കപ്പ്. ഇതും നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറുപയർ പരിപ്പും ഇപ്പം നല്ലോണം ഫ്രൈ ആയി. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പരിപ്പം നല്ലോണം തണുക്കണം. നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതൊന്ന് തണുക്കട്ടെ. റവയും തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുപയർ പരിപ്പ് നന്നായിട്ട് തണുത്തു. ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം. 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഉണ്ടായിരുന്നു. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പൊടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ് ചെറുപയർ പരിപ്പ്, 1/4 കപ്പ് പഞ്ചസാര, ഒരു 6 ഏലക്ക തൊലി കളഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ പൊടിച്ചെടുക്കണം. ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് 1 കപ്പ് വെള്ളം. ഈ വെള്ളം ഒന്ന് നല്ലോണം തിളയ്ക്കണം. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു 2 നുള്ളി ഉപ്പിട്ട് കൊടുത്താൽ മതി. വെള്ളം ചൂടായി വരുമ്പം, തിളയ്ക്കാൻ തുടങ്ങുമ്പം അതിൻ്റെ അകത്തേക്ക് 1 സ്പൂൺ 1-2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഈ റവ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. വെള്ളം തിളച്ചിട്ട് തീ കുറച്ച് വയ്ക്കണം. തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ച് തണുത്ത റവ ഉണ്ടല്ലോ, ആ റവ ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നമുക്കിത് കുറേശ്ശെ ഇട്ടിട്ട് ഉപ്പുമാവിന് കലക്കുന്ന പോലെ കലക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഐറ്റംസില്ലേ, ചെറുപയർ പരിപ്പും പഞ്ചസാരയും ഏലക്കയും, അതും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്. ഇത്ര ഐറ്റംസ് മതി. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, ലോ ഫ്ലെയിമിലുള്ളത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഈ ഐറ്റം ഉപ്മാവാണോ എന്ന് ചോദിച്ചാൽ അതല്ല, കേസരി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, ഇനി റവ ലഡു ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കി നോക്കുമ്പോഴല്ല, ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോൾ. ഉപ്മാവൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളില്ലേ, കുട്ടികളല്ല വലിയ ആൾക്കാരാണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറുപയർ പരിപ്പും തേങ്ങയൊക്കെ ചേരുന്നില്ല. അപ്പം ഉപ്മാവിനേക്കാളും നല്ലോണം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷും കൂടി ഇത്. വെള്ളം ചേർത്തിട്ടല്ലേ ഉണ്ടാക്കിയത്, അതുകൊണ്ട് വെച്ചേക്കാൻ പറ്റില്ല കേട്ടോ. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ സ്നാക്സിനോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നത്. പക്ഷേ പിറ്റേ ദിവസത്തേക്ക് വെക്കില്ല, ഇത് കേടായിപ്പോവും. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം.
മധുരപ്രിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഒരു 1/4 കപ്പ് പഞ്ചസാര എന്നുള്ളത് 1/2 കപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു മധുരം ഇപ്പോൾ കറക്റ്റാന്ന് പറയാൻ പറ്റില്ല, കുറച്ച് കുറവാണ്. പക്ഷേ ഈ മധുരം മതി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി മധുരം ഇഷ്ടമുള്ളവർക്ക് 1/4 കപ്പ് എന്നുള്ളത് 1/2 കപ്പ് പഞ്ചസാര ആക്കാം. ബാക്കിയൊക്കെ അളവ് ഇത് മതി, കറക്റ്റായിരിക്കും.